ചോദിച്ചത് കൊണ്ട് പറഞ്ഞ പാകത്തിനാണ്. അതുകൊണ്ട് ഒരുതരം വിരക്തി കുട്ടികളിൽ വന്നു തുടങ്ങി. മാതൃസ്നേഹത്തിന്റെ കുറവ്. അയൽവക്കത്ത് അതിർത്തിയിൽ വഴക്കുണ്ടാക്കാൻ പണ്ട് പുരുഷനാകുമായിരുന്നു. അമ്മമാരിന്ന് വിളിക്കും, ഇന്ന് ആ മനുഷ്യ എന്തായി കാണിക്കുന്നത്. 2 നെഞ്ചത്തലയും നിലവിളിയോ കാണിച്ച് ഇവനെ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് അപ്പുറത്തൂടെ പാത്രമൊക്കെ എടുത്ത് എന്നാൽ വീട്ടുകാരെ സഹായിച്ച് സ്നേഹം സമ്പാദിക്കും. ഇന്ന് മുണ്ടുമൊക്കെ മാടിക്കെട്ടി ഇവളാണ് ചെല്ലുന്നത് തെരു പറയാനായിട്ട്. റൈറ്റ്. ഇതൊരു മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ ഈ സഞ്ചരിക്കുന്നവനായതുകൊണ്ട് കാണുന്നതാണ്. ഞാൻ കണ്ടതൊക്കെ ശരിയാണോ എന്നറിയാനാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ശരിയല്ലെങ്കിൽ പറയാം. ശരിയാണോ? ഒരു ഓട്ടോറിക്ഷയിൽ ഈ ക്ലാസ് കേൾക്കാൻ വന്നിറങ്ങുമ്പോൾ നോക്കിയാൽ മതി. മുമ്പാണെങ്കിൽ പുരുഷന്റെ കയ്യിലാണ് ഒരു കക്ഷത്തിലൊരു പേഴ്സോ ചെറിയ ബാഗോ ഒക്കെ. ഇവൻ ഇതിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കും. അവൻ 2 രൂപ കൂടുതൽ ചോദിച്ചാൽ അവൻ്റെ കുത്തിന് പിടിക്കും, 2 ചീത്ത പറയും. അപ്പോൾ പെണ്ണുമ്പിള്ള വയ്യത്തോണ്ട് കൊടു മനുഷ്യ, കൊടുക്ക്, ആരെങ്കിലും കാണും, കൊടുക്ക് മനുഷ്യ എന്ന് പറയും, കൊടുപ്പിക്കും. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ പെണ്ണുമ്പിള്ളയായി എടുത്തു കൊടുക്കുന്ന പേഴ്സ് ഇവളുടെ കയ്യിലാണ്. ഇവനിങ്ങനെ പുറകെ കൊച്ചിനെയൊക്കെ എടുത്ത് ഒരു കുപ്പിപ്പാലും ഒക്കെ ആയിട്ട്. IT ആണെങ്കിൽ ഷുവർ. ശരിയല്ലേ? പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവളിവൻ്റെ കുത്തിന് പിടിക്കാൻ തുടങ്ങുക കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇയാൾ ആ തക്കും പൊക്കുമൊക്കെ നോക്കി കൊടുക്കണി. ഇയാളെ ഒന്ന് കണ്ണുകൊണ്ട് നോക്കും. ഉടൻ മഹാദേവി ഇടത്ത് കയ്യാലഴിഞ്ഞ വാർപൂങ്കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടു രച്ചാൻ എന്നുള്ള മട്ടിലുള്ള ഒറ്റ നോട്ടം നോക്കും. ഇവന്റെ പണി ഇവന് പിന്നെ ഒറ്റ പണിയുള്ളൂ. അവിടുന്ന് അവൻ വിടും. ഇതെനിക്ക് ഒരു ബന്ധവുമില്ലാത്ത മട്ടിൽ അവൻ കപ്പയുടെ എണ്ണവും വാഴക്കൊലയൊക്കെ നോക്കുകയും. ഇങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ശരിയാണോ വിജയ? ഇങ്ങനെയൊക്കെ ആണോ? നിങ്ങളുടെ ചിരി കണ്ടിട്ട് ശരിയാണെന്നും പറയാൻ മേല. എങ്ങനെയാടാ, ശരിയാണോടാ? അതുകൊണ്ടൊക്കെയാണ് ഈ വിരക്തി വരുന്നത്. സപ്തപതിയെപ്പറ്റി പറഞ്ഞപ്പോൾ തുര്യാതീത അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഒരു ദിശയിലാണ് തുര്യക വരെ പറയുന്നത്. മറ്റത് തുര്യം, തുര്യാതീതമുണ്ട്. തുര്യാതീതം എന്നത് സായുജ്യമാണ്, ജീവൻ വെടിയും. അത് 2 ദിശയിലും പറയുന്നുണ്ട്. വാസിഷ്ഠം തന്നെ. ശിംശപാവൃക്ഷം അശോകമാണ്. ശിംശപം എന്നത് അശോകത്തിന്റെ പര്യായമാണ്. അത്രയും മതിയും തോന്നുന്നു. അത് അതിനെക്കുറിച്ച് വല്ലതും അറിയാൻ ചോദിച്ചാണോ എന്നറിയില്ല. മുഹൂർത്തം ശുഭവും അശുഭവുമാണ് ഒരേ സമയം പരിണമിപ്പിക്കുന്നത് കാലമാണ് എന്ന് പറഞ്ഞാൽ ഏത് മുഹൂർത്തം എടുത്താലും, ഏത് ശുഭമുഹൂർത്തം എന്ന് നിങ്ങൾക്ക് എഴുതി തന്നാലും, ഇത്ര മുതൽ ഇത്ര വരെ ശുഭമുഹൂർത്തം എന്ന് എഴുതി തന്നാലും അതിനകത്ത് അശുഭവും ശുഭമുണ്ട്. ഏറ്റവും ചെറിയ സമയത്തിൻ്റെ അംശത്തിൽ വരെ ശുഭാശുഭങ്ങളുണ്ട്. ഭാഗ്യവാൻ ചെയ്യുന്ന കർമ്മം ശുഭത്തിലായിരിക്കും, ദൗർഭാഗ്യവാൻ ചെയ്യുന്നത് അശുഭത്തിൽ വരും. ജ്യോതിഷി ശുഭാശുഭമൊക്കെ കുറിച്ച് താലി കെട്ടാൻ നേരത്ത് ഒരു വിസ്മൃതി വന്നൊരു ബഹളം ഉണ്ടാക്കി. അത് ചിലപ്പോൾ ശുഭത്തിലാവും, ചിലപ്പോൾ അശുഭത്തിലാവും. അതിൻ്റെ ഉള്ളിലെ അശുഭത്തിലായിരിക്കും ആടമ്പം. അപ്പം മുഹൂർത്തമൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരശുഭ മുഹൂർത്തത്തിലാണ് വിശ്വാസമില്ലാത്ത ഒരുത്തൻ പോയി പെണ്ണ് കിട്ടുന്നത്. പക്ഷെ അവന് ഭാഗ്യമുള്ളത് കൊണ്ട്
അതുകൊണ്ട് അതിനകത്തെ സുഖത്തിലാണ് കിട്ടിയത് എങ്കിൽ അത് നേരെയാവും. ഇത് തമ്മിൽ കിടന്ന് തർക്കിക്കും. നിങ്ങൾ ജ്യോതിഷിയെ കണ്ടിട്ടെന്താ? ഞാൻ ജ്യോതിഷിയെ കാണാഞ്ഞിട്ടും കിട്ടിയില്ലേ? ഇതിൻ്റെ കാരണം ഇതാണ്. ക്ലിയറായി? അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഗോത്രങ്ങൾ എത്ര? ഒരുപാടുണ്ട്. കേരളത്തിൽ പ്രധാനമായവ, എൻ്റെ അറിവ് ശരിയാണ്, ഗൃത്സമൻ, ഗൗതമൻ, ഭരദ്വാജൻ, കാശ്യപൻ, അത്രി, അങ്കിരസ്, വിശ്വാമിത്രൻ, ഇതെല്ലാം കേരളത്തിലുണ്ട്. ഞാൻ വിട്ടുപോയ ഗോത്രക്കാർ വല്ലതും ഇരിപ്പുണ്ടേ അവരും പറഞ്ഞാലും പോയി. ആ ഭാർഗവനുമുണ്ട്. അതെല്ലാം കേരളത്തിലുള്ള ഗോത്രങ്ങൾ. ഗോത്രമാറ്റത്തിൻ്റെ സാഹചര്യങ്ങൾ. ഗോത്രമാറ്റം സ്ത്രീകൾ വിവാഹ സമയത്ത് മാറും. അതാണ് പ്രധാന മാറ്റം. പിന്നെ പ്രബലന്മാരായ ചില രാജാക്കന്മാർ ഗോത്രത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതാണ് കേരള ചരിത്രം. കേരളത്തിൽ ഇദ്ദേശ്യർ കുറവാണ്. നിങ്ങൾ കാണുന്ന നായന്മാരും ഈഴവരും ഇദ്ദേശ്യരാണെന്ന് വിശ്വസിക്കുന്ന ബ്രാഹ്മണരും ഒന്നും ഇവിടുത്തുകാരല്ല. പുറത്തുനിന്ന് ആദ്യം കൊണ്ടുവന്ന ആളുകൾ ബ്രാഹ്മണർ തിരിച്ചു പോവുകയാണ്. അവരെ തിരിച്ച് എന്നാൽ കൂട്ടാതിരിക്കുന്നതിന് വേണ്ടി പിൻകുടുംബ മുറിച്ച് കളഞ്ഞ് മുൻകുടുംബ വെച്ചതാണ് ആദ്യകാലത്തുണ്ടായ കേരളീയർ. അവരൊരു ജാതിയായി അറിയപ്പെട്ടിരുന്നില്ല, ഒന്നിച്ചിരുന്നു. അവരിൽ 4 വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. പൂജ ചെയ്യുന്നവർ, കൃഷിയും കച്ചവടവും ചെയ്യുന്നവർ, ഭരിക്കുന്നവർ, സേവ ചെയ്യുന്നവർ. അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് യജ്ഞോപവീതവും പൊട്ടിച്ചു കളഞ്ഞു, വ്രാത്യന്മാരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിലേക്ക് രണ്ടാമത് ബ്രാഹ്മണരെ ചിറയ്ക്കൽ രാജാവാണ് കൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. പെരിഞ്ചെല്ലൂർ ബ്രാഹ്മണൻ. അവർ കൂടുതൽ ആളുകൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് പേർ പുരുഷന്മാരും വളരെ കുറച്ച് സ്ത്രീകളുമേ വന്നുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന പുരുഷന്മാരിൽ ആദ്യത്തെ ആളിന് അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കാനും ബാക്കിയുള്ളവർക്ക് സംബന്ധത്തിനും രാജാവ് അനുമതി കൊടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ അതിനെ അനുവദിച്ചവർ നല്ലവർ എന്നർത്ഥം വരുന്ന നായന്മാരും അനുവദിക്കാത്തവർ ചീത്ത എന്നർത്ഥം വരുന്ന തീയരുമായി. ഒരേ സമൂഹം 2ആയി പിരിഞ്ഞതാണ്. ഇങ്ങനെയാണ് ഒരു ചരിത്രം പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചു നോക്കാം. അതിൻ്റെ ചരിത്രഗതിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചോളുക. ഇങ്ങനൊരു പഠനമുണ്ട്. അതുതന്നെ പൊട്ടിപ്പിരിഞ്ഞിപ്പോൾ ഒരുപാടായി. ഇതൊന്നും കേരളത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് ഇതിനെല്ലാത്തിനും ഈ ബ്രാഹ്മണ്യത്തിലേക്ക് പോകാനുള്ള ത്വര കിടക്കുന്നത്. മനസ്സിലായില്ല? ജനിതകത്തിൽ കിടക്കുന്ന ഒരു ത്വര, എവിടെയോ അറിയാതൊരു അന്വേഷണം, അതെല്ലാം ചെന്ന് എത്തുന്നത് അങ്ങോട്ടാണ്. ആ രീതി വരാൻ കാരണം അങ്ങനെയാണ് ഗോത്രം ചില രാജാക്കന്മാർ മാറ്റിമറിച്ചിട്ടുള്ളത്. ബ്ലഡ് ബ്രെയിൻ ഭാര്യ നിങ്ങളുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരൗഷധം, ബ്രെയിനിനൊരു അതിർത്തിയുണ്ട്, ബ്ലഡിൻ്റെ അതിർത്തിയുണ്ട്. ആ അതിർത്തിയെയാണ്, സീമയെയാണ് ഈ പറയുന്നത്. ആ സീമാന്തം വരെ ആധുനിക ഔഷധങ്ങൾ എത്തുകയില്ലെന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പഠിച്ചു നോക്കാം എത്തുമോ എന്ന്. നിങ്ങളുടെ വീട്ടിൽ കാച്ചുന്ന കഷായം വരെ എത്തും. അതാണ് സുശ്രുതൻ്റെയും ചരകൻ്റെയും മെച്ചം. അത് കാണിക്കാൻ പറഞ്ഞതാണ്. വിവാഹ പരിവേഷം രൂഢമൂലമായതിനാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നു എന്നതിലും കൂടുതൽ വെളിച്ചം നൽകാം. വിവാഹ പരിവേഷം
പ്രാചീന രൂപത്തിലാണെങ്കിൽ രോഗങ്ങളില്ല. ആധുനിക രൂപത്തിലാണെങ്കിൽ ആഹാരം വളരെ മോശമാണ്. വിവാഹത്തിൽ അരുതാത്ത, സാൽമ്യം വരാത്ത ഒരുപാട് യോഗങ്ങൾ ഇപ്പോൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. മുട്ട കൊണ്ട് അവിയൽ വെക്കുക, അങ്ങനെ ഒരുപാട് പരിപാടികൾ. ഇപ്പോൾ പാചകക്കാരുടെ കസർത്തുണ്ട്. ബ്രാഹ്മണരായ പാചകക്കാർ പോലും എളിയിലൊരു കിഴി വെച്ചിരിക്കുന്നതാണ്. സാമ്പാറും മറ്റും വെക്കുമ്പോൾ അതിലേക്ക് ഇടാനായിട്ട്. ഇത് നോൺ വെജിറ്റേറിയനിസത്തോട് താല്പര്യമുണ്ടാകാനുള്ള മാസ് പൊടിച്ചതാണ്. മാസം എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതൊരു മത്സ്യമാണ്. Am I right? Am I right? മാസന്നല്ലേ പറയാ. അവര് വരെ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ കാരണം രുചി വൈചിത്ര്യമാണ്. കണ്ടമാനമുള്ള മസാലകൾ ഇന്ന് അരയ്ക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ പോലും പല വീടുകളിലും ചെന്നാൽ അവർ വെജിറ്റേറിയൻസാണ്. സോയ ചങ്ക്, മീൽ മീറ്റ് ഇവയൊക്കെ മേടിച്ച് മസാലകൾ ചേർത്തൊക്കെ വേവിച്ചു വെച്ചിരിക്കുമ്പോൾ സ്വാമി ഇത് വെജിറ്റേറിയൻസിനുള്ള മാംസമാണ്. ഭാവന മാംസത്തിൻ്റെയാണ്. ഇതൊക്കെ ഇന്ന് വളരെ കൂടുതലായിരിക്കുന്നു. Am I right? അതുകൊണ്ട് വിവാഹത്തിൻ്റെ പരിവേഷത്തിൽ രോഗങ്ങൾ ഉണ്ടാകാൻ ആഹാരം മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ പൊതുവെ മദ്യം അതിൽ പ്രധാനമാണെന്ന് തോന്നുന്നു. ആണോ? കേരളീയ വിവാഹങ്ങളിലൊക്കെ മദ്യസൽക്കാരം